ഇരിക്കൂ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കൾ നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് സ്റ്റേറ്റിന്റെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന താങ്കൾ ഭരണരംഗത്തെ ഉത്തരവാദിത്തങ്ങൾക്കപ്പുറം പാർട്ടി പ്രവർത്തനത്തിനാണ് സമയം കണ്ടെത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ മോനിച്ചൻ MLA വധക്കേസിൽ താങ്കൾ തന്നെ അക്യൂസ്ഡ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? സ്ത്രീ സുരക്ഷയ്ക്കും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനും വേണ്ട നടപടികൾ എടുത്തിരിക്കണം. സാർ ഇരിക്കുന്ന സ്ഥാനത്തോടുള്ള ബഹുമാനം വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. റിസർവ് ബാങ്കിലെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് ഒരലങ്കാരത്തിന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുകയും പിന്നീട് ഗവർണറാവുകയും ചെയ്ത സാറിന്റെ പ്രവർത്തന രീതിയല്ല എൻ്റേത്. കുട്ടിക്കാലത്ത് തിന്നാനും കുടിക്കാനും കിടക്കാനും സ്ഥലമില്ലാണ്ട് കൊടല് കടന്ന് കരിയുമ്പം പട്ടിണി കൊണ്ട് ഞങ്ങൾ നീട്ടി വിളിച്ചൊരു മുദ്രാവാക്യുണ്ട്, ഇൻകുലാബ് സിന്ദാബാദ്. അന്ന് മനസ്സിന്റെ ആഴങ്ങളിൽ കുത്തി നിർത്തിയതാണ് ഈ ചെങ്കൊടി. പിന്നെ ഈ മുഖ്യമന്ത്രി പദം, അത് മാനേജർ, ജനറൽ മാനേജറായി പിന്നീട് ചെയർമാൻ ആകുമ്പോൾ ഒരു കലാപരിപാടിയല്ല. ഞങ്ങൾക്കിതെല്ലാം തുടർച്ചയായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പിന്നെ ദേശാഭിമാനി വിരിച്ച് ഞങ്ങളെ പാർട്ടി ഓഫീസിൽ കിടക്കുമ്പം കിട്ടുന്ന സുഖമൊന്നും ക്ലിഫ് ഹൗസിലെ മെത്തയിൽ കിടക്കുമ്പം കിട്ടുന്നില്ല സാറേ. സ്ത്രീ സുരക്ഷയുടെയും ക്രമസമാധാനത്തിന്റെയും കാര്യം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തെ സമയം കിട്ടുമ്പം സാറ് തന്നെ സ്വയം വിലയിരുത്തിയ മതി. പിന്നെ മോനിച്ചൻ MLAയുടെ കൊലപാതകത്തിൽ എന്റെ നേരെയുള്ള ആരോപണം, അതെല്ലാം ആരെയോ പണം. എങ്കിലും എന്റെ നേരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും കുറച്ച് സമയത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൃത്യമായ മറുപടി തന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇതൊരു കേവലം മുഖ്യമന്ത്രിയുടെ മാത്രം ഉറപ്പല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉറപ്പാണ്. നീയൊക്കെ പോലീസിനും സൈന്യത്തിനും കിട്ടാത്തോട് തൊളിച്ചാലും എന്നെയൊക്കെ പൊക്കാൻ ഞങ്ങളെ DIFIയുടെ ചൊണക്കുട്ടികളുണ്ടടാ. ആരടാ അതിന്റെ പിന്നില്? പറയാൻ ആര് തന്ന കൊട്ടേഷൻ ഇത്? മാഡം, മാതാഹരി, ജിയാക്കോമ കാസനോവ, മേജർ ജോൺ ആൻഡ്രെ തുടങ്ങിയ ലോകപ്രശസ്ത ചാരന്മാരെ കുറിച്ച് അറിയാമല്ലോ. ഈ അടുത്ത് പുതിയ രീതിയിൽ നമ്മുടെ അയൽ രാജ്യം ചാരപ്രവൃത്തി നടത്തിയിരുന്നു. നമ്മുടെ സൈനികരും അവരുടെ ബന്ധുക്കളുമായി വരെ ചാറ്റ് ചെയ്ത് പ്രണയത്തിലാക്കി പല രഹസ്യങ്ങളും ചോർത്തിയിരുന്നു. ഇവരുടെ ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും പല ഡാറ്റാസും ഹാക്ക് ചെയ്തു. ഇത്തരം ഹാക്കിംഗ് വഴി ഒരു ഈസ്റ്റ് ഏഷ്യൻ രാജ്യത്തിന്റെ ആണവ നിലയം വരെ തകർത്തിട്ടുണ്ട്. അത്തരം ഒരു നുഴഞ്ഞുകയറ്റമാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. വിദേശത്ത് പഠിക്കാൻ ചെല്ലുന്ന ബുദ്ധിയുള്ള കുട്ടികളെ ജോലിക്കെടുത്ത് അവരവരുടെ രാജ്യത്തേക്ക് തന്നെ ചാരന്മാരായി അയക്കുന്ന രീതി പിൻപറ്റുന്നതാണ് വിദേശ രാജ്യങ്ങളുടെ പുതിയ തന്ത്രം. ഹണി മറ്റൊരു രാജ്യത്തിന്റെ ചാരവനിതയായി നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റിൽ വന്നിറങ്ങി. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മുൻ ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയെ 638 തവണ വധിക്കാൻ ശ്രമിച്ചതും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചതിന് പിന്നിലും സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിച്ചതും പിന്നെ ലോകത്ത് കമ്മ്യൂണിസമുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നല്ലൊരു പരിധിവരെ വിജയിച്ചു നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ഫേമുണ്ട്. സാറിപ്പോ ഊഹിച്ചു കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സംശയിക്കണ്ട, അമേരിക്കൻ ചാരസംഘടനയായ CIA അവരുടെ പ്ലോട്ടാണിത്. ഐ ഹാവ് ഇനഫ് എവിഡൻസ് ടു പ്രൂവ് ഇറ്റ്. അന്വേഷണം നടത്തിയ നിരഞ്ജൻ പറയട്ടെ. നിരഞ്ജൻ, പ്രൊസീഡ്. ഏജന്റ് ആഗ്നസ് മോറിയാർട്ടി CIA പ്രോഡക്റ്റ് ആണ്. ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിൽ CMന് ഇന്റർവ്യൂ ചെയ്യാൻ വരെ വന്നിരുന്നു. അവരാണ് ഹണിയെ റിക്രൂട്ട് ചെയ്തത്. താൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ ഹണിയും ഇതിന്റെ ഭാഗമാകുകയായിരുന്നു. ലോകത്ത് നിന്ന് ഏറ്റവും ശക്തമായി കമ്മ്യൂണിസം നിലനിൽക്കുന്നത് കേരളത്തിലാണ്.
അതിനില്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വധിക്കാനും ഗവൺമെന്റിനെതിരെ ചീത്തപ്പേരുണ്ടാക്കി താഴെയിറക്കാനുമാണ് CIA പദ്ധതി. അതിനായി ആഗ്നസ് പാർട്ടിയുടെ നാഷണൽ ലീഡറായ അഭയറാമിനെ കൊലപ്പെടുത്തി. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു, അത് വിജയിച്ചില്ല. ഹിന്ദു മുസ്ലിം വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു, അതും വിജയിക്കാതെ വന്നപ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനായി അനിയെ ഉപയോഗിച്ച് മോനിച്ചനെ വകവരുത്തി അത് മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇവിടെ ശ്രമം നടന്നത്. മുഖ്യമന്ത്രിയെ ഈ സംഭവവുമായി ബന്ധപ്പെടുത്താനായി അനി മോനിച്ചനെ വധിച്ചതിന് ശേഷം തന്റെ പേഴ്സണൽ നമ്പറിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. സർ, മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് പങ്കെടുത്ത പല ചടങ്ങുകളിലും അനി ഉണ്ടായിരുന്നു. അനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. ഒരു മാസം മുൻപ് അനിയുടെ പേരിൽ എറണാകുളത്ത് ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു ഭീകര മാസ് പ്ലോട്ടാണ്. ഇതുപോലെ കോടതിയെ പറ്റിക്കാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത തെളിവുകൾ അവരുണ്ടാക്കി. അവർക്കറിയാം ഇവിടെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. കൊണ്ടുവരുന്ന തെളിവുകൾ സത്യമാണോ വ്യാജമാണോ അന്വേഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതിനാരും മെനക്കെടാറുമില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ കൊടുക്കാൻ എന്ന് വളരെ എളുപ്പമാണ്. മുഖ്യമന്ത്രിക്കെതിരെ അനി നൽകിയ മൊഴി മാറ്റിപ്പറയാൻ അവസരം നൽകാതെ അനിയും വകവരുത്തി അതും മുഖ്യമന്ത്രിയുടെ തല കെട്ടിവെക്കാനാണ് ശ്രമം നടന്നത്. മാർട്ടീന എന്ന പേരിൽ മാധ്യമ പ്രവർത്തകയായി ക്ലിഫ് ഹൗസിൽ വന്നതും സർവേലൻസ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് വാർത്തകൾ ചോർത്താനാണ്. മാർട്ടീന അഭിറാമിനെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷ താഴെയിട്ടതും അതൊരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റി വൈരാഗ്യം ഉണ്ടാക്കാനാണ്. മുഖ്യമന്ത്രിയെ വെടിവെച്ചതും ആഗ്നസ് തന്നെ. പ്രശ്നമാകുമെന്ന് കണ്ടപ്പം ആഗ്നസ് ഇവിടെ നിന്ന് 2 ദിവസം മുന്നേ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഒളിവിലും. പിന്നെ നമ്മുടെ പാർട്ടിയുടെ സഖാക്കളാണ് ഓറയുടെ എത്തിച്ചത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, അനി ഇപ്പോ പറയുന്നത് ഹണിയുടെ നിർദ്ദേശപ്രകാരമാണ് മോനിച്ചനെ വധിച്ചതെന്നും എന്റെ പേര് പറഞ്ഞതെന്നും. ഗുഡ് വർക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. താങ്ക് യു. എന്തെന്നാടോ? അമ്മ ആശുപത്രിയിലായിനി. അമ്മേ ആശുപത്രിയില? എന്തെന്നാ നീ പറയുന്നത്? ക്ഷേമനെയും കുട്ടികളെയൊക്കെ ഞാൻ വീട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. മീറ്റിങ്ങുകളൊക്കെ PS വിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. എല്ലാരും കാത്തിരിക്കുക. ഉറപ്പിച്ചിന? എന്നെ കാണണമെന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച കൂടെ വിളിച്ചിന്. എനക്ക് നേരമില്ലല്ല. പാർട്ടി എന്നെല്ലാം പറഞ്ഞ് ചെറുപ്പത്തിലെ തുടങ്ങിയ ഓട്ടമല്ലേ. നിനക്ക് ഓർമ്മയില്ലേ, നമ്മ പാർട്ടി പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് രാത്രി പെരയിലെത്തുമ്പോ ഓർ ഏതെല്ലോ വീട്ടിലെ അടുക്കളയിലെ ചോറെല്ലായിട്ട് കാത്തിരിക്കുന്നപ്പാ. ഈ തടിയെല്ലാം ഉണ്ടല്ലോ, ഏതെല്ലോ വീട്ടിലെ ചോറാന്ന്. വല്ലാത്തൊരു അമ്പിയാന്നത്. എനക്ക് മാത്രമൊന്നല്ല, ഈ കർഷക സമരത്തിലെല്ലാം പെട്ട് മരിച്ചുപോയ സ്ത്രീ സഖാക്കളെല്ലാം ഉണ്ടല്ലോ, ഓറം മക്കൾക്കെല്ലാം ഓറും മുല കൊടുത്തിന്. എവിടെയെല്ലാം ഇരുന്ന് കരയുന്നുണ്ടാവല്ല. മനസ്സ് കിടന്ന് വല്ലാണ്ട് നീറ്റുമ്പോ കരച്ചിൽ വരാതിരിക്കാൻ ഈ ഗുലാബ് വിളിച്ചാ മതി എന്ന് പറഞ്ഞു തന്ന അമ്മയാണത്. രാജാ, എനക്കാടെ പോണം. എനക്കൊന്നിനും ആവുന്നില്ലപ്പാ.
രാജ ഞാനൊരു ബീഡിയുണ്ട. അഭയറാം ഉദ്ദേശിച്ച പോലെ ഗുർമിറ്റിന് വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഒക്കെ ശരിയാവിടോ, ഈ സന്തോഷമായിട്ടിരിക്കേ. എന്തെന്ന് ശരിയാകാൻ? എല്ലാം തെറ്റായിട്ട് തന്നെ കിടക്കുന്നു. അമ്മ പോയി, ഏടുന്ന് തുടങ്ങിയതാ. ചിലപ്പം തോന്നും ഒരു സാധാരണ പാർട്ടി സഖാവായിട്ടിരുന്നാൽ മതിയെനിയും. ഇതൊക്കെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും ത്യാഗാണടോ. താനൊന്നും പഠിച്ചാ കയറി വരാൻ ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷെ നഷ്ടം ഈ നാടിനാ, ജനങ്ങൾക്കാണ്. അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്ത് മതിപ്പാന്നറിയോ? താൻ നാടിനു വേണ്ടി ജീവിക്കുന്നവനാടോ. തന്നെപ്പോലെ ജനങ്ങളെ സ്നേഹിക്കുന്ന വേറെ രാഷ്ട്രീയക്കാരനില്ലടോ. അത് ഓർക്കറിയാം. ഒന്നും ഓർക്കണ്ട, ഒക്കെ ശരിയാവും. നീ ഒന്ന് വന്ന് വിശ്രമിക്ക്. ബാ.